ഹലോ എവരിവൺ, എല്ലാവർക്കും റേഡിയന്റ് അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നോമൻക്ലേച്ചർ കണ്ടു, ക്ലാസിഫിക്കേഷനും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ പ്രിപ്പറേഷനാണ്, ആലോ ആൽക്കീൻസിന്റെ പ്രിപ്പറേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് തന്നെ നമുക്ക് 3 രീതിയിലാണ് ആലോ ആൽക്കീൻസിന്റെ പ്രിപ്പറേഷൻ വരുന്നത്. ഫസ്റ്റ് വൺ, ആൽക്കഹോൾസിൽ നിന്നും പ്രിപ്പയർ ചെയ്തെടുക്കാം, ഹൈഡ്രോ കാർബൺസിൽ നിന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം, അതേപോലെ ഹാലജൻ എക്സ്ചേഞ്ചിലൂടെയും പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 മെത്തേഡാണ് NCERT ഹാലോ ആൽക്കീൻസിന്റെ പ്രിപ്പറേഷനിൽ മേജർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ആദ്യം ഫ്രം ആൽക്കഹോൾസ് അതായിരിക്കും നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് തുടർന്ന് കാണാം. അപ്പോൾ നമ്മൾ ഹാലോ ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷനിൽ ആൽക്കഹോൾസിൽ നിന്നും എങ്ങനെ ഹാലോ ആൽക്കൈൻസിനെ പ്രിപ്പയർ ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ NCERT നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 4 പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ് ഈ തന്നിട്ടുള്ളത്, ആൽക്കഹോൾസിൽ നിന്നുള്ള പ്രിപ്പറേഷൻസ്. അപ്പോൾ നമുക്കത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഏത് ആൽക്കഹോളുമായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യിച്ച് നമുക്ക് ഹാലോ ആൽക്കൈൻസിനെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ നോക്കി നിങ്ങൾ CH3OH plus HCl in presence of ZnCl2 അല്ലെ. ZnCl2 എന്ന് പറയുന്ന കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ അൺഹൈഡ്രസ് കണ്ടീഷനിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് ഒരു നെയിം പറയും, HCl-ഉം അൺഹൈഡ്രസ് ZnCl2നെയും ചേർത്ത് ഒരു നെയിം ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന ഒരു പേരാണ്, ഈ ഒരു റിയേജന്റിനെ പറയുന്ന പേരാണ് ലൂക്കാസ് റിയേജന്റ്. ലൂക്കാസ് റിയേജന്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ലൂക്കാസ് റിയേജന്റ് എന്നാണ് നമ്മൾ ഈ ഒരു അൺഹൈഡ്രസ് ZnCl2 HCl-നെ ചേർത്തെടുക്കുന്ന ഒരു പ്രൊപ്പോർഷനിൽ എടുക്കുന്ന ഒരു മിക്സറിനെ പറയുന്ന പേരാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടുത്തെ ആൽക്കഹോൾ മാറിയിട്ട് ഇവിടുത്തെ ഈ OH-നെ മാറ്റി നമ്മുടെ ക്ലോറിൻ വന്നിവിടെ അറ്റാച്ച് ചെയ്യും. HCl ക്ലോറിൻ വന്ന് അറ്റാച്ച് ചെയ്യും. ബാലൻസ് ഉള്ള OH-ഉം HCl ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻസിൽ ബൈ പ്രോഡക്ട്സിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. മേജർ ആയിട്ട് നമുക്ക് ഹാലോ ആൽക്കൈൻസിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ വീണ്ടും നമ്മൾ ഒരു ആൽക്കഹോൾ എടുക്കുന്നു, PCl5 റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, PCl5 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് CH3Cl കിട്ടുന്നു അല്ലെ. അതായത് നമ്മുടെ ക്ലോറോമീഥൈൻ കിട്ടുന്നു, പ്ലസ് HCl കിട്ടുന്നുണ്ട്. പിന്നെ ബാലൻസ് ഉള്ളത് ഒരു ഫോസ്ഫറസ് ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്, 3 ക്ലോറിൻ ഉണ്ട്. ഇത് ചേർന്ന് ഫോസ്ഫറസ് ഓക്സി ക്ലോറൈഡ് ആണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ അഗെയിൻ നമ്മൾ ആൽക്കഹോൾ എടുക്കുന്നു, ആൽക്കഹോളിനെ PCl3 ഇവിടെ മാത്രം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, PCl3 റിയാക്ഷൻ നടക്കുമ്പോൾ ആൽക്കഹോളിന്റെ അളവ് നമ്മളൊരു 3:1 എന്നുള്ള പ്രൊപ്പോർഷൻ ആയിട്ട്. ഓക്കെ, അതായത് 3 ആൽക്കഹോളിനെ എടുക്കുക, PCl3 റിയാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് 3CH3Cl ആയിരിക്കും. ഓക്കെ, 3 ക്ലോറോമീഥൈൻ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെയാണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇവരുടെ ഈ ഒരു ചിലപ്പോൾ എക്സാമിനൊക്കെ നമുക്ക് 3 ഒന്നും തരണമെന്ന് നിർബന്ധമില്ല, പ്രോഡക്റ്റ് ഐഡന്റിഫിക്കേഷൻ ആയിരിക്കും കൂടുതലും തരിക. അപ്പൊ നിങ്ങൾ 3 കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് മാറിയൊന്നും പോയത്. PCl3 റിയാക്ട് ചെയ്താൽ നമുക്ക് എന്താ മേജർ ആയിട്ട് കിട്ടുക, ഹാലോ ആൽക്കൈൻ തന്നെ കിട്ടുന്നത്, ക്ലോറോമീഥൈൻ തന്നെയാണ്. 3 തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് CH3Cl എന്ന് മാത്രം എഴുതിയാലും മാർക്ക് തരും, കുഴപ്പമില്ല. അതർവൈസ് 3 തന്നിട്ടുണ്ടെങ്കിൽ ആ ബാലൻസിങ് കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഇതിന്റെ കൂടെ നമുക്കൊരു ആസിഡ് ഗ്രൂപ്പ് ആണ് കിട്ടുന്നത് കേട്ടോ. ഇത് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയും, H3PO3. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെയുള്ള 3 ഹൈഡ്രജൻ, ഒരു ഫോസ്ഫറസ്, 3 ഓക്സിജൻ കമ്പൈൻ ചെയ്ത് ഫോസ്ഫോറിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇതെന്താ, വീണ്ടും ഈ ഇത്രയും പഠിച്ച 3 പ്രിപ്പറേഷൻ മെത്തേഡുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രിപ്പറേഷൻ ആണ് ആൽക്കഹോൾസിനെ SOCl2. ഇയാളുടെ പേര് അറിഞ്ഞിരിക്കണം, തയോണൈൽ ക്ലോറൈഡ്. ഈ തയോണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാലോ ആൽക്കൈൻസിനെ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടുത്തെ ബൈ പ്രോഡക്ട്സിന്റെ ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്ട്സ് നോക്കി SO2 HCl. എന്താണ് ഇവര് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളവരാണ് അല്ലെ. സോ ഇവരെന്തെയും ഈസിലി എസ്കേപ്പബിൾ. സോ ഇവിടുത്തെ ബൈ പ്രോഡക്ട്സ് ഈസിലി എസ്കേപ്പബിൾ ഗ്യാസസ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ആൽക്കഹോൾസിനെ തയോണൈൽ ക്ലോറൈഡുമായിട്ടുള്ള റിയാക്ഷൻ. ഓക്കെ, ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാലോ ആൽക്കൈനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം വലിയ ഡിഫിക്കൽട്ട് ഒന്നും ഇല്ലല്ലോ, മറ്റേ രണ്ടും വേഗം തന്നെ അവിടെ നിന്ന്
പ്രോഡക്റ്റ് ആയി മാറുമ്പോൾ തന്നെ അവർ വേഗം എസ്കേപ്പ് ചെയ്യാൻ തോന്നും, കാരണം അവർ ഗേഷ്യസ് സ്റ്റേറ്റിലായതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ പ്രിപ്പറേഷൻ മെത്തേഡിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, തൈനൽ ക്ലോറൈഡ് പേര് പഠിച്ചു വെക്കണം. കൃത്യമായിട്ട് റിയേജന്റിന്റെ ഐഡന്റിഫിക്കേഷൻ ഒക്കെ ചോദിക്കും. പ്രോഡക്റ്റും എന്തുകൊണ്ട് ഇത് മോസ്റ്റ് പ്രിഫറബിൾ മെത്തേഡ് ആകുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ആൽക്കഹോൾസിൽ നിന്നും ഹാലോ ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷൻ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.